അധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. അധികാരം നേടുന്നതിലല്ല മഹത്വം, അർഹതയുള്ളവന് അത് വിട്ടുകൊടുക്കുന്നതിലാണ് യഥാർത്ഥ മഹത്വം. ഈ മഹത്തായ സന്ദേശം ലോകത്തെ പഠിപ്പിച്ച വ്യക്തിയാണ് ഭരതൻ. ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് ഭരതന്റെ നീതിബോധം എന്ന വിഷയത്തെക്കുറിച്ചാണ്. രാമായണത്തിലെ ഏറ്റവും മഹത്തായ വ്യക്തിത്വങ്ങളിലൊന്നാണ് ഭരതൻ്റേത്. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും പ്രതീകമാണ് അദ്ദേഹം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മുൻപിൽ ഒരു സിംഹാസനം വെച്ചിട്ട് പറയുകയാണ്, ഇനി മുതൽ ഇത് നിന്റേതാണ്. നിയമപരമായി തന്നെ നിനക്ക് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ എത്ര പേരൊന്ന് മടിക്കും? അങ്ങനെ മടിച്ചു നിന്ന ഒരു രാജകുമാരനാണ് ഭരതൻ. ദശരഥ മഹാരാജാവ് കൈകേയിക്ക് നൽകിയ വരത്തിന്റെ ഫലമായി ശ്രീരാമൻ 14 വർഷത്തേക്ക് വനവാസത്തിന് പുറപ്പെട്ടു. ഒപ്പം ലക്ഷ്മണനും സീതയും. ആ ദിവസം അയോധ്യ മുഴുവനും തേങ്ങി. രാജ്യം ഭരതന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ വാർത്ത അറിഞ്ഞ ഭരതൻ സന്തോഷിച്ചില്ല. സ്വന്തം അമ്മ ചെയ്ത പ്രവൃത്തിയെ ശക്തമായി അപലപിച്ചു. അമ്മ എന്തിനാണ് ഇങ്ങനൊരു പാപം ചെയ്തതെന്ന് ചോദിച്ച് വിലപിച്ചു. അധർമ്മത്തിലൂടെ കിട്ടുന്ന ഒരു തരി മണ്ണ് പോലും എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. രാജ്യം തനിക്ക് സ്വന്തമായി കിട്ടിയ ഒരു അവസരമാണ്. പക്ഷേ അതിനെ എല്ലാം തള്ളിക്കളഞ്ഞ് ഒരു കാര്യത്തിന് വേണ്ടി, ധർമ്മം. ശരി ശരിയാണെന്നും തെറ്റ് തെറ്റാണെന്നും തുറന്നു പറയാനുള്ള നെഞ്ചുറപ്പാണ് ഭരതന്റെ ആദ്യത്തെ നീതിബോധം. തുടർന്ന് ഭരതൻ വനത്തിലേക്ക് പോയി ശ്രീരാമനോട് അയോധ്യയിലേക്ക് മടങ്ങി വന്ന് രാജ്യം ഏറ്റെടുക്കണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ പിതാവിന്റെ വാക്ക് പാലിക്കണം എന്ന ശ്രീരാമന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ല. അപ്പോൾ ഭരതൻ ശ്രീരാമന്റെ പാദങ്ങൾ സ്വീകരിച്ച് സിംഹാസനത്തിൽ സ്ഥാപിക്കുകയും താൻ രാജാവല്ല, ശ്രീരാമന്റെ പ്രതിനിധി മാത്രമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം ഭരതൻ നന്ദി ഗ്രാമം എന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ഒരു കുടിൽ കെട്ടി തപസ്യയെ പോലെ ജീവിച്ചു. 14 വർഷം, 1500-ലധികം ദിവസം. ഒരിക്കൽ പോലും ഭരതൻ പറഞ്ഞിട്ടില്ല താനാണ് രാജാവെന്ന്. കിരീടമില്ലാതെ, സിംഹാസനത്തിലിരിക്കാതെ രാമരാജ്യത്തിന്റെ യഥാർത്ഥ സംരക്ഷകനായിരുന്നു. അതെ, അതാണ് നീതിബോധം. ലോകം കാണില്ലെങ്കിലും നിയമം ചോദിക്കില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു കണ്ണുണ്ട്, അതാണ് മനസാക്ഷി എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ മനസാക്ഷിയോട് കള്ളം പറയാൻ അദ്ദേഹം തയ്യാറായില്ല. നമ്മൾ പലപ്പോഴും പറയും അവസരം വന്നാൽ ഉപയോഗിക്കണമെന്ന്. ശരിയാണ്, പക്ഷെ ആ അവസരം നമ്മുടേതാണോ എന്ന് ചോദിക്കാൻ കൂടി നമ്മൾ പഠിക്കണം. പരീക്ഷാ ഹാളിൽ അധ്യാപകരുടെ കണ്ണ് വെട്ടിച്ച് അടുത്തിരിക്കുന്ന ആളുടെ ഉത്തരക്കടലാസ് നോക്കി എഴുതാൻ കിട്ടുന്ന അവസരം, കഷ്ടപ്പെടാതെ മുഴുവൻ മാർക്കും കൈക്കലാക്കാനുള്ള അവസരം, വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ ചെയ്യുന്ന ചെറിയ തെറ്റ്. ഈ അവസരങ്ങളിൽ ഭരതന്റെ നീതിബോധം നമ്മളിലും ഉണ്ടാകട്ടെ. ഇന്നത്തെ സമൂഹത്തിൽ പലരും നീതിയെ മറക്കുമ്പോൾ ഭരതന്റെ ജീവിതം നമുക്ക് വലിയൊരു മാതൃകയാണ്. സത്യസന്ധതയും നീതിയും ധർമ്മത്തെയും ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചാൽ മാത്രമേ ഒരു നല്ല വ്യക്തിയാവാൻ കഴിയൂ. രാമൻ കാട് ഭരിച്ചു, ഭരതൻ രാജ്യം ഭരിച്ചു. പക്ഷേ രണ്ടുപേരുടെയും ഹൃദയത്തിലുണ്ടായിരുന്ന ഒരേ നീതിബോധമായിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ നീതിയും സത്യസന്ധതയും പലപ്പോഴും വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഭരതന്റെ ജീവിതം നമുക്ക് വലിയൊരു മാതൃകയാണ്. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും ധർമ്മത്തിന്റെ പാത വിട്ടുപോകരുത് എന്ന മഹത്തായ സന്ദേശമാണ് ഭരതൻ തന്റെ ജീവിതത്തിലൂടെ നൽകിയത്. ഭരതനെ പോലെ ശരിയായത് തിരഞ്ഞെടുക്കാനും മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കാനും നമുക്ക് കഴിയട്ടെ. നാളെ നിങ്ങളുടെ മുൻപിൽ ഒരു സിംഹാസനം വന്നാൽ, ഒരവസരം വന്നാൽ, ഭരതനെ പോലെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രസംഗം സാർത്ഥമായി. നീതി പാലിക്കുന്നവരാണ് യഥാർത്ഥ മഹാൻ എന്ന ഈ സന്ദേശം ഹൃദയത്തിൽ സൂക്ഷിച്ചു